എറണാകുളത്ത് വന്നിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഒരു 3:30 ടൈമിലൊക്കെ എറണാകുളത്ത് നാട്ടിലോട്ട് ട്രെയിൻ കയറാൻ പോവാണ് വെളുപ്പിന്. അപ്പോൾ 2:30 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ദാണ്ടെ ഊബർ വിളിച്ച്, നല്ല തണുപ്പാണ് ഗൈസ്, എന്തൊരു തണുപ്പായിരുന്നു അറിയാം, കിടുകിടാ വിറക്കിയായിരുന്നു. പനി കൂടിയാണ് പിന്നെ പറയണ്ട. ഒരു വിധത്തിലാണ് ഞാൻ സ്റ്റേഷനിലെത്തിയത്. പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ട്രെയിൻ വരുന്നത് കൊണ്ട് എനിക്ക് വേറെ അങ്ങോട്ട് ഓടേണ്ടി വന്നിട്ടില്ല. അന്ത്യോദയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ആയതുകൊണ്ട് കായംകുളത്താണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. ട്രെയിനിൽ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല, ട്രെയിനിൽ കയറുന്നു എടുക്കുന്നൊന്നും. അതിനുശേഷം ദാണ്ടെ കായംകുളത്ത് വന്നിരിക്കുമ്പോൾ ഉള്ള റീലാണിത്. നല്ല രീതിയിൽ തണുപ്പുണ്ട് ഗൈസ്, മഞ്ഞാണ് ആ വീടുന്നത് മൊത്തം നല്ല രീതിയിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് ദാണ്ടെ അവിടുന്ന് ഞാൻ പിന്നെ കോട്ടയം സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി ദാണ്ടെ ഞാനിപ്പോൾ എത്തും നാട്ടിൽ. നല്ല തണുപ്പാണ്, എൻ്റെ മുഖം കണ്ടത് രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഇനി ചെന്നിട്ട് വേണം എനിക്കൊന്ന് നിദ്ര പ്രാപിക്കാൻ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നൈറ്റ് രാവിലത്തെ ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, നൈറ്റ് എന്നായിരുന്നു കേട്ടോ ആദ്യം പറയാൻ വന്നത്. രാവിലത്തെ ഈ വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു, ഭയങ്കര രസം തോന്നി എനിക്ക് ഈ ഒരു വ്യൂ കണ്ടപ്പോഴത്തേക്ക്. അപ്പം നാട്ടിലേക്ക് വന്ന് മൺട്രോത്രത്തിലേക്ക് ഞാൻ തന്നെ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. അപ്പം ഇനി പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഇല്ല. ഇനി എനിക്ക് വീട്ടിൽ പോകണം, വല്ലതും സാപ്പിടണം, എന്നിട്ട് നല്ല രീതിയിലൊന്ന് നിദ്ര പ്രാപിക്കണം. അപ്പം ഞാൻ വന്ന ട്രെയിൻ എടുത്താണ്ട് ഇത് പോകുന്നത്. നല്ല ടയേർഡായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം നല്ല രീതിയിൽ ഉറക്കം വരുന്നു, അതിൻ്റെ തന്നെ ടയേർഡാണ്. വേഗം വീട്ടിൽ ചെല്ലുക, കടന്നുറങ്ങുക എന്നുള്ള പ്ലാനിലാണ് ഞാൻ ഈ ഓടുന്നത്. അപ്പോൾ ഇത്രയോടെ ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ.